ഞാനിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ടാബോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മേപ്പാടിയിലാണ്. ഇവിടെയാണ് ഒരു പുനരധിവാസ ക്യാമ്പ് നടക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുള്ളവരാണ്, രക്ഷപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. സകലതും നഷ്ടപ്പെട്ടവരാണ്. ആദ്യത്തെ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ തന്നെ അവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിരുന്നു. അങ്ങനെയുള്ളവരാണ്. ചേച്ചിയുടെ വീട് എവിടെയാണ് ചേച്ചി? ഞങ്ങൾ ചൂരമല ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. പുഴേൻ്റെ സൈഡിൽ തന്നെയാണ്. വീടൊക്കെ സേഫാണോ? ഇല്ല, വീട്ടിൽ ഇനി കയറിക്കൂടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചേച്ചിയുടെ ബന്ധുക്കളൊക്കെ? അമ്മ പിന്നെ ഒഴുക്കിൽ പെട്ടതായിരുന്നു. ഞങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു രാത്രി 12:30 ആയപ്പോൾ പുഴയിലേക്ക് ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം സാധാരണക്കാലം കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെള്ളം കയറുമെന്നുള്ള ആ ഒരു ഇതേ മനസ്സിലുണ്ടായിട്ടില്ല. ഇങ്ങനെ പൊട്ടി വരുന്ന ആരും പ്രതീക്ഷിക്കുന്നേ ഇല്ല. അങ്ങനെ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ പുഴേൻ്റെ സൗണ്ട് മാറിയിട്ട് വേറൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളാരും ഉറങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ വേറൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചാടി എണീറ്റ്, ഞങ്ങൾ മേലെയായിരുന്നു കിടന്നത്. അമ്മയും അനിയനും എൻ്റെ ഭാര്യയൊക്കെ താഴെയായിരുന്നു റൂമിൽ. പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോഴത്തേനും സൗണ്ട് വരലും പെട്ടെന്ന് വെള്ളമല്ല, ചെളിയും മണ്ണും മരം എല്ലാം കൂടെ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറി വന്ന് അനിയനും ഭാര്യയും അമ്മയും കൂടെ ഇതിൽ കിടന്ന് കറങ്ങണതാണ് ഞങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു വരവും പെട്ടെന്ന് ഒരു സെക്കൻഡ് നിന്നു. ആ സെക്കൻഡ് നിന്നപ്പോഴത്തേന് ഇവർ മൊത്തം മൂടിയിട്ടുണ്ടായി. മേലെ കൂടെ വന്ന് ചെളി മൂടി. അതിനങ്ങനെ എൻ്റെ ഭർത്താവ് വന്നിട്ട് ചാടി താഴേക്ക് വന്ന്, മോളുണ്ടായി, ചെറിയ മോളെ വേഗം മേലേക്ക് കയറ്റി വിട്ടു. അവളെ 2 മക്കളും പിടിച്ചിട്ട് ഞാൻ മേലെ കയറി നിൽക്കുക. മേലത്തെ സിറ്റൗട്ട് പോയി പേടിച്ചിറുകി നിൽക്കുക. അതിൽ ഏട്ടനും അനിയൻ്റെ മോനും കൂടെ കൂടിയിട്ട് അമ്മേനെയും അനിയനും അനിയൻ്റെ ഭാര്യനും കൂടെ ആ ചെളിയിൽ നിന്ന് പൊന്തിച്ചെടുത്തു. എങ്ങനെയൊക്കെയോ വലിച്ചെടുത്ത് ഞങ്ങൾ മേലെ വീടിൻ്റെ സിറ്റൗട്ട് പോയി നിന്ന്. വീട് അപ്പോഴത്തേന് താഴെ മൊത്തം മൂടി വന്നിട്ട് ഞങ്ങൾക്ക് പുറത്തിറക്കാനൊന്നും നിവർത്തില്ലാണ്ടായി. മൊത്തം ഇതായി. അപ്പോഴത്തേനും അടുത്തുള്ളവരൊക്കെ എങ്ങനെയൊക്കെയോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടിട്ട് ആ ഭാഗം മൊത്തം അപ്പോഴത്തേനും എല്ലാം മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞു കൂടി. എല്ലാവരും അടുത്തുള്ളവരൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് ടോർച്ച് അടിച്ചിട്ട് പോവുക. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടുകൊണ്ട് സമയത്തുണ്ടോ? അപ്പോൾ 1:45 ആയിട്ടുണ്ട്. 1 മണി 1:45. അതെ. ഞങ്ങൾ ആ കുടുങ്ങി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അമ്മ അങ്ങ് പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ മണ്ണിന്ന് ചേർന്ന് മുക്കിയെടുത്ത് എങ്ങനെയൊക്കെയോ അമ്മേനെ മേലെ കൊണ്ടുവന്ന് കിടത്തി. പൊട്ട് വെള്ളവും ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ മുഖമൊക്കെ മണ്ണും ഇതൊക്കെ തുടച്ചെടുത്ത് അമ്മേനെ അവിടെ കിടത്തി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വിളിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ കുടുങ്ങി കിടക്കുകയാണ്, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെയോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ അവർക്ക് വഴിയുമില്ല എന്നിട്ട് അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരെങ്ങനെയൊക്കെയോ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചെളിയിൽ കൂടെ വന്ന് ഞങ്ങൾ ആ ചെളിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ മുട്ടിൻ്റെ ഒപ്പമുള്ള അപ്പോൾ ചേറ് മുങ്ങിയിട്ടുണ്ട്. മരവും മണ്ണൊക്കെ വന്നിട്ട് അതിൻ്റെ മേലെ കൂടെ എങ്ങനെയൊക്കെ മക്കളെ അമ്മേനെ ബെഡ്ഷീറ്റിൽ 2 ഇട്ടിട്ട് അപ്പുറം പിടിച്ചിട്ടാണ് റോട്ടിലേക്ക് എത്തിക്കുന്നത്. അതിന് ഞങ്ങളെയും കുട്ടികളെല്ലാവരും കൈ പിടിച്ച് എങ്ങനെയൊക്കെയോ റോട്ടിലേക്ക് എത്തി. വഴിയും റോഡൊന്നുമില്ല, ഒക്കെ ഒരേപോലെ കിടക്കുക. അതിൽ ആ റോട്ടിൽ ഞങ്ങൾ എത്തി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേണ്ട് അടുത്ത പൊട്ടണെന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു മരണം ഞങ്ങൾ മുന്നിൽ കണ്ടിട്ട് മരണത്തിന് രക്ഷപ്പെട്ട് വന്നതാണ്. ഈ കാഴ്ച കുട്ടികളെല്ലാം കണ്ടിട്ട് ആകെ ഭയന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങളിന്ന് ജീവനോട്ട് ഉണ്ടാകാൻ വിചാരിച്ചില്ല. ഏതോ ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് ആ മരണത്തിന് മുന്നിൽ മരണം കണ്ടിട്ട് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളീ മക്കളി എല്ലായിടത്തും അങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്കറിയില്ല. വീട് കയറാൻ പറ്റില്ല ആ അവസ്ഥയിൽ. ആ പ്രദേശം മൊത്തം പോയിരിക്കുന്നു. അവിടെ ആർക്കും ഇനി കയറാൻ, ആ വീട്ടിൽ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ എന്താക്കും എന്നുള്ള ഒരു ഇതില്ല കഴിക്കുന്നത്. പരിചയമുള്ള ആളുകളൊക്കെ ഇപ്പോഴും കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അയൽവാസി, നമ്മളടുത്തുള്ള അയൽവാസി, നമ്മളെ വീട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഇപ്പം കിട്ടിയിരിക്കുന്നത്. നമ്മളെ തൊട്ടടുത്തുള്ള എല്ലാവരും ഈ 2 ആൾ 3 ആളൊക്കെ ആയിട്ട് മിസ്സിങ് ആണ്. എല്ലാവരും ഒലിച്ചു പോയി. അതിൽ 2-3 പേരൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ളവരുള്ളത്. അപ്പോൾ അയൽവാസികളെല്ലാവരും ഇപ്പോൾ ക്യാമ്പിലാണ്. എല്ലാം ഉള്ളവരെല്ലാം നമ്മൾ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ. ആ തൊട്ട വീട്ടിലത്തെ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കാണാതെ അയക്കുന്നത്. ഒക്കെ ഒലിച്ചു പോയവർ, അധികം പേര് ഒലിച്ചു പോയവരാ. ഉമ്മയും മോളെയും കാണാനായിട്ട് ഇനിയും കിട്ടാത്തവരായിട്ട് ഇനിയും ഉണ്ട്. ആ വീട്ടിൽ ഹസ്ബൻഡ് പോയി നോക്കിയായിരുന്നോ ചേച്ചി? ഇല്ല, ഇപ്പം ഇന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കട്ടെ, അവിടുത്തെ അവസ്ഥ എന്താ നോക്കട്ടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ. അമ്മയും അനിയൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ അവർ അവിടെ അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഏട്ടന് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ചൂരമലയ്ക്ക്. ഞങ്ങൾ വീടൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങി ഓടി. ഞങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി ഓടി. വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ ആകെ പേടിച്ച് എല്ലാവരും ഒരു കുന്നിൽ പോയി. അവിടെ പോയി കുട്ടികളൊക്കെ കൂടിയിട്ട് അവിടെ പറയും
ഞങ്ങൾ താമസിക്കുന്നത് മുണ്ടക്കൈ പ്രദേശത്തെ തൊട്ടടുത്തുള്ള ചൂരൽമലയിൽ എസ്റ്റേറ്റ് പാടികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ പാടികൾ താമസിക്കുന്നതിൽ ഞങ്ങൾ മുണ്ടക്കൈയിൽ നിന്ന് പൊട്ടി വരുന്നത് ഞങ്ങളെ വീടിൻ്റെ സൈഡിലൂടെയാണ്. ഞങ്ങൾ രാത്രി ഫസ്റ്റിൽ പൊട്ടി വരുന്ന സമയത്ത് 1:30 മണിക്ക് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി നോക്കുമ്പം ഞങ്ങളെ വീടിൻ്റെ അടുത്തുകൂടെ വെള്ളം വന്നിട്ട് മരങ്ങളും പാറകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയും കുട്ടികളെ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ്. നോക്കുമ്പോൾ റോട്ടിലെല്ലാം വെള്ളം. എങ്ങനെ അപ്പുറം കടന്ന് ഞങ്ങൾ ചൂരൽമല ടൗണിൽ വലിയ പാലമുണ്ട്. ആ പാലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയും കുട്ടികളെ അങ്ങോട്ട് കടത്താൻ ചോദിച്ച് നോക്കുമ്പോൾ പാലം തന്നെ ഇല്ല. ആ സമയത്ത് ഫസ്റ്റിലെ പൊട്ടൽ തന്നെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്തെങ്കിലും നേരം വിളിക്കട്ടെ എന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ പൊട്ടലും വന്നു. അപ്പോഴും ഞങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരുന്നു. മൂന്നാമത്തെ പൊട്ടൽ വരുന്നത് 4 മണിക്കാണ്. ഈ 4 മണിക്ക് പൊട്ടി വന്ന സമയത്ത് എന്തോ എന്തോ ഭീകരമായൊരു സൗണ്ട്. ഞാൻ പാടിയിൽ താമസിക്കണം. ഞാൻ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഡോറൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് ഇരുടാ, ഒന്നും കാണുന്നില്ല, എന്താ വരുന്നതെന്ന് പോലും കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ ഡോറൊക്കെ അടച്ച് ഞങ്ങൾ കുട്ടികളൊക്കെ ഒപ്പം കൂട്ടി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി നമ്മൾ ജീവിക്കും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഭീകരമായൊരു സൗണ്ടിലാണ് വരുന്നത്. എന്തായാലും വേണ്ടി നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങി നമുക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റോട്ടിലൂടെയാണ് നീങ്ങുന്നത്. നമ്മൾ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയാണ് അന്നേരം നല്ല മഴയുണ്ട്. ഞങ്ങളെല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജീവനം കൊണ്ട് ഓടിപ്പോകുന്നത്. ഞങ്ങൾ നേരെ പോയൊരു കുന്നിന് മുകളിൽ സേഫായൊരു സ്ഥലത്തേക്ക് പോയി നിന്നു. പിന്നെ ഞങ്ങൾ നേരം വെളുത്തിട്ടാണ് അവിടുത്തെ അന്തരീക്ഷം തന്നെ കാണുന്നത്. വളരെ മോശമായിട്ട്. മുണ്ടക്കൈ പ്രദേശം നിങ്ങൾ മാത്രമായിരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾ ആ എസ്റ്റേറ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ 6 ലൈൻസ് ഉണ്ട്. അവിടെ 9 ലൈൻസ് ഉണ്ട്. ഈ ലൈൻസിൽ മുഴുവൻ ആളുകളും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി ആ കുന്നിന് മുകളിലേക്ക് സേഫായ സ്ഥലത്തേക്ക് മാറി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങളവിടെ ആ പ്രദേശത്ത് മുണ്ടക്കൈ പ്രദേശത്തായാലും ചൂരൽമല പ്രദേശത്തായാലും ഞങ്ങൾക്ക് താമസിക്കാൻ ഇനി ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അതല്ല ഞങ്ങളെ പ്രധാനം. ഞങ്ങളുടെ ജീവിതം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളൊരു ജീവിതം പേടി സ്വപ്നമാണ്. ഞങ്ങളെ പിള്ളേരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇനി അങ്ങോട്ട് വിളിക്കരുത്, ദയവ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കരുത് എന്നാണ് കുട്ടികൾ ഞങ്ങളോട് പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ആവില്ല അത്. അതിനുള്ളൊരു വഴി ഞങ്ങൾക്ക് ഇവിടെ കണ്ടെത്തിച്ചേ മതിയാവും. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇരിപ്പിടമില്ലാത്തൊരു അവസ്ഥയിലാണ്. ഞങ്ങളെ കൂടെ ജോലിയെടുത്ത ഞങ്ങളെ സഹോദരന്മാരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾക്കത് തീരാത്തൊരു ദുഃഖമാണ്. കാരണം ഞങ്ങളാകെ സമ്പാദ്യം പറഞ്ഞാൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ആ പൈസ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. ആ വീടുകളൊക്കെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വീടിൻ്റെ സൈഡിലൂടെ പോയിട്ടുള്ളൂ. ഞങ്ങളെ കൂടെ ജോലി എടുക്കുന്നവരെ വീടേ പോയി. ഒരു രേഖകൾ പോലും എടുക്കാതെ അവരെ സ്വരൂപിച്ച മക്കൾക്ക് കെട്ടിച്ചു വിടാനുള്ള പണ്ടവും പൈസയും കാര്യങ്ങളെല്ലാം പോയി. ഇനിയില്ല. ഇനി ഒന്നൊന്ന് തുടങ്ങണം. അത് എവിടെ നിന്ന് തുടങ്ങണം? ഇനി ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായൊരു സ്ഥലം ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെ കൂടെ ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവനും ആളുകൾക്കും അത് എപ്പോഴെങ്കിലും അവിടെ 2 ദിവസം ശക്തമായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മാറി താമസം? ഇല്ല, ഒരാളും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല സാറേ. ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവുമായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ അയൽവാസിയാണ്. വീടുകൾക്കൊന്നും സംഭവിച്ചില്ല. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൂടെയാണ് പോയിട്ടുള്ളത്. ഞങ്ങളൊക്കെ രാത്രി 2-3 മണിക്ക് ഇറങ്ങി ഓടിയതാ, ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞങ്ങളും വിചാരിച്ച് ഞങ്ങളും അതിൽ പെട്ടുവെന്ന്. എന്തോ ആരോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പോയി. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ 10-16 പേര് പോയി. 16 പേരോളം നമ്മുടെ കുടുംബത്തിൽ പോയി. അച്ഛൻ്റെ കുടുംബത്തിൽ. അതിൽ ഇനിയും കിട്ടാനുണ്ട് ആളുകളെ. ഓരോരുത്തർക്കും ഓരോരോ ദുഃഖങ്ങളാണ്. സകലതും നഷ്ടപ്പെട്ടവർ സ്ഥലത്തേക്ക് പോകാൻ ഭയന്നിരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലെല്ലാവരും. അവർ പറയുന്നത് അവർക്ക് ഇനി പോകുമ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ താമസിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ഈ ക്യാമ്പിലുള്ള എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അതിനായി സർക്കാരും മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ ടീം, വയനാട്.